ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വേൾഡ് വ്ളോഗ്സ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ജെല്ലി മിഠായിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ വെറും 2 ഇൻഗ്രീഡിയൻസ് കൊണ്ടിട്ടാണ് നമ്മൾ ഇന്ന് ഈ മിഠായി നമ്മളെ ബേക്കറി സ്റ്റൈലിൽ അതുപോലെ തന്നെ കടകളിലുള്ള അതേ ടേസ്റ്റിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 സ്പൂണോളം ജലാറ്റിനാണ് എടുത്തിട്ടുള്ളത്. നോർമലായിട്ടുള്ള ഫ്ലേവറാണ്. അതിലേക്ക് നമ്മൾ 1/2 കപ്പ് ഇളം ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് നന്നായിട്ട് കുതിരാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നല്ല കട്ടയൊക്കെ നന്നായിട്ട് ഒന്ന് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കട്ടയെല്ലാം നന്നായിട്ട് ഉടച്ചിട്ട് നമുക്കിതൊന്ന് കുതിരാൻ മാറ്റി വെക്കാം. ഇനി നമ്മൾ അടി കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1/2 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പഞ്ചസാര എടുത്തിട്ടുള്ള അതേ അളവിൽ തന്നെ 1/2 കപ്പ് വെള്ളം കൂടിയിട്ട് ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. ഇനി നമ്മളിത് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മധുരം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസം വരുത്താം. അപ്പോൾ അതുപോലെ തന്നെ അതിൽ വെള്ളത്തിലും വ്യത്യാസം വരുത്തണം. നമുക്കപ്പോൾ ഇത് സ്റ്റൗവിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതിനേലും നന്നായിട്ട് കുറുകുന്ന വരെ നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക, അടിയിൽ പിടിക്കാതെ നോക്കുക. അങ്ങനെ ഒരു 4 മിനിറ്റൊക്കെ കൊണ്ടതായി ഇതുപോലെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ പഞ്ചസാരയുടെ മിക്സ് കറക്റ്റായിട്ട് ആയിട്ടുണ്ടാവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയ ബൗളിൽ കുറച്ച് വെള്ളം കൊടുക്കുക. അതിലേക്ക് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള ആ പഞ്ചസാരയുടെ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിതാ ഇതുപോലെ അത് കൈകൊണ്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ സിറപ്പ് നന്നായിട്ട് ആയിട്ടുണ്ട്. അതല്ലെങ്കിൽ നമുക്ക് കുറച്ച് നേരവും കൂടി ആവാനുണ്ട്. ഇതിപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ആയിട്ടുണ്ട്. നിങ്ങൾ അങ്ങനെ ഒന്ന് നോക്കിയാൽ മതി. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്താൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ജലാറ്റിൻ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ജലാറ്റിൻ ഒഴിച്ച ശേഷം നന്നായിട്ട് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ആ ജലാറ്റിൻ്റെ ഒരു സ്മെല്ലൊക്കെ ഒന്ന് പോകുന്നവരെ ഇതിനെ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, കട്ട പിടിക്കാതെ നോക്കുക. അപ്പോൾ ഇതുപോലെ ഒന്ന് പതഞ്ഞ് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ജസ്റ്റ് ഒന്നിങ്ങനെ നന്നായിട്ടൊരു പത വരുമ്പോൾ അപ്പോൾ ഞാൻ എന്താ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് ഇറക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 2-3 ഡ്രോപ്സ് നമ്മുടെ പൈനാപ്പിളിൻ്റെ എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ്, ഒരു നിർബന്ധമില്ല. എനിക്ക് ജലാറ്റിൻ്റെ സ്മെല്ല് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. 2-3 ഡ്രോപ്സ് മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കിത് ചൂടോടെ തന്നെ, ഞാനിപ്പോൾ കളർ ചെയ്യുന്നതിൻ്റെ പേരിലാണ് 3 ഗ്ലാസ്സുകളിലേക്ക് മാറ്റുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതേപടി തന്നെ മോൾഡിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈക്വലായിട്ട് 3 കളർ ഒഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്നിലേക്ക് ഞാൻ ബ്ലൂ, അതുപോലെ തന്നെ റെഡ്, മറ്റേതിലേക്ക് യെല്ലോ, അങ്ങനെ 3 കളറിലാണ് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ജെൽ കളറാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്നിട്ട് ഓരോ ഡ്രോപ്സ് ഒന്ന് ഇട്ടിച്ച് കൊടുത്താൽ മതി. നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് തന്നെ എല്ലാത്തിലും മിക്സ് ചെയ്യരുത്, കളറിൽ വ്യത്യാസം വരും. ഇനി നമ്മളിത് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ സാധാരണ ഐസ് ക്യൂബൊക്കെ വെക്കുന്ന ആ ഒരു ട്രേ ആണ്. വേറെ മോൾഡൊന്നും നമുക്ക് വേണ്ട. ഇതില്ലെങ്കിലും കുഴപ്പമില്ല. ഒരു സ്ക്വയറുള്ള പാത്രത്തിലേക്ക് നിങ്ങൾ ഒഴിച്ചിട്ട് അതൊന്ന് സെറ്റായി വരുമ്പോൾ അതിനെ ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മൾ മുഴുവനായിട്ട് നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മുഴുവനായിട്ട് നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, അതായത് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് ഒരു 10-15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും. ഫ്രീസറിലൊന്നും വെക്കണ്ട. അപ്പോൾ അതാ ഒരു 15 മിനിറ്റിന് ശേഷം നമ്മുടെ മിഠായികളെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിങ്ങനെ വിട്ട് കിട്ടാൻ എളുപ്പത്തിന് അതിന് മേലേക്ക് ഒരല്പം തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഇളകി വരും. അതല്ലെങ്കിൽ വിട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മിഠായി അതിൽ നിന്നിട്ട് ഇളകി വന്നോളും. അപ്പോൾ നല്ല ജെല്ലി ആയിട്ടുള്ള മിഠായി നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്.
അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ഒരു മിഠായിയാണ്. പക്ഷേ നമുക്കത് പുറത്തുനിന്ന് വാങ്ങിച്ചൊക്കെ കൊടുക്കുമ്പോൾ ഒരു ധൈര്യക്കുറവുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വീട്ടിൽ ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹെൽത്തി ആയിട്ട് തന്നെ അവർക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മളെല്ലാം ഇതിൽ നിന്ന് ഡീമോൾഡ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ നമ്മളിനി ആ ഡീമോൾഡ് ചെയ്തിട്ടുള്ള നമ്മുടെ ജെല്ല് മിഠായികൾ ജസ്റ്റ് ഒരു ഭംഗി കൂട്ടാനും ഇച്ചിരി ടേസ്റ്റ് കൂടാനും വേണ്ടിയിട്ട് ഇതുപോലെ ഇച്ചിരി പഞ്ചസാരയിലൊന്നിങ്ങനെ മുക്കി ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് നമ്മുടെ എല്ലാ മിഠായികളും ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈസി ആയിട്ടുള്ള ജെല്ലി മിഠായിയുടെ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഇനി ജെല്ലി മിഠായി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റുമാണ്, നല്ല ജെല്ലി ആയിട്ടിരിക്കുന്ന മിഠായിയാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ ഗസ്റ്റുകൾക്കും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, നമ്മുടെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെലൈക്കൺ കൂടി പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനിയും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെയും താങ്ക് യു ഫോർ വാച്ചിങ്.